ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹോണ്ട ആക്റ്റീവ 4G ആണ് വണ്ടി കേട്ടോ. നമുക്ക് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞേക്കണം 1-2 കംപ്ലയിൻസുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസായിട്ട് ചെയ്യണം. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. ബാക്കിലത്തെ ടെയിൽ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ ടെയിലൈറ്റ് അസംബ്ലി മാറ്റിയിടണം. പിന്നെ ഇന്നർ കവർ പൊട്ടിയിട്ടുണ്ട്. ഓൾ റൗണ്ട് ഗാർഡ് സെറ്റ് ചെയ്യാനുണ്ട്. പൊട്ടൽ സൗണ്ട് ഉണ്ട്. പൊട്ടൽ സൗണ്ടിന് വേണ്ടിയിട്ട് കാർബറേറ്റർ പൊട്ടൽ സൗണ്ട് ഉള്ളതുകൊണ്ട് കാർബറേറ്റർ ക്ലീൻ ചെയ്യണേസ് പറഞ്ഞാണ്. കാർബറേറ്റർ അല്ല, ടാങ്ക് ക്ലീൻ ചെയ്യണേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി റൈറ്റ് സൈഡിലേക്കൊക്കെ തിരിച്ചാലാണ് സെൽഫ് സ്റ്റാർട്ട് ആവുള്ളൂ. വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ട് ചെയ്യണം. ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ കേസ് നോക്കി. സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ്. സ്വിച്ചും വയറിങ്ങിൻ്റെ ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ഹാൻഡിൽ തിരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവണതും അല്ലാത്തപ്പോൾ സ്റ്റാർട്ട് ആവാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ. പിന്നെ ഇന്നർ കവറൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ അഴിച്ചുമ്പോൾ ഹെഡ്ലൈറ്റ് പിടിപ്പിച്ചാണ് ആ കവർ മൊത്തം പൊട്ടി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൗണ്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്, പുതിയ ലൈൻഡറാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ഈ ലൈൻഡറിനെ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ഗിയറിൻ്റെ ഓയിലും നോക്കി നല്ല ഓയിലാണ് കിടക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. അത്യാവശ്യം പൊടി കയറി ബ്ലോക്ക് ആയിട്ടുമുണ്ട്. പിന്നെ വണ്ടിക്ക് പൊട്ടൽ സൗണ്ട് മെയിനായിട്ടൊരു പൊട്ടൽ സൗണ്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പൊട്ടൽ സൗണ്ട് തന്നെ എൻ്റെ മെയിൻ റീസൺ ഒന്ന് നമുക്ക് എയർ ഫിൽറ്റർ മാറ്റിയിടണം. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ പ്ലഗും മാറ്റി കളയണം. എയർ ഫിൽറ്ററും പ്ലഗും കൂടി സെറ്റായിട്ടാണ് മാറ്റേണ്ടത്. അത് ശരിക്കും ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴും മാറ്റേണ്ട ഒരു പാർട്സാണ് ഈ എയർ ഫിൽറ്ററും പ്ലഗും എന്ന് പറയുന്നത്. പിന്നെ പൊട്ടൽ സൗണ്ടിന് വേണ്ടിയിട്ട് ആണ് ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ടാങ്ക് ക്ലീനിങ്ങും പൊട്ടൽ സൗണ്ടായിട്ട് ബന്ധമൊന്നുമില്ല. ഇതിരിക്കണ യൂറോ 2ൻ്റെ ഈ പൈപ്പാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബ്ലേഡ് വാൽവ് ഉണ്ട്. അത് ഓപ്പൺ ആകുമ്പോഴാണ് ഈ പ്രോബ്ലം കാണിക്കുക. അതഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. അതിന് വേണ്ടി ടാങ്ക് അഴിക്കണമെന്നില്ല. ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടെങ്കിൽ കൂട്ടത്തിയുടെ കാർബറേറ്ററും കൂടി ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം അത് ടാങ്ക് ക്ലീൻ ചെയ്യണമെന്നില്ല. നമുക്ക് നോക്കുമ്പോൾ വലിയ അഴുക്കൊന്നും അതിൻ്റെ ഉള്ളിൽ കാണുന്നില്ല കേട്ടോ. നോക്കിയിട്ട് പറയാം. ഇനി അതല്ല ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ വീലിൻ്റെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് സെറ്റ് നമുക്ക് മാറ്റിയിടണം. അത് നല്ല രീതിയിൽ അടിപ്പെട്ടിട്ടുണ്ട്. അത് പൊട്ടിപ്പോകാനുള്ളൊരു സാധ്യതയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടാം. വേരിയേറ്റർ ബോഡിയൊക്കെ ചെറിയൊരു തേയ്മാനമൊക്കെ ഉണ്ട്. അതേപോലെ റോളർ സെറ്റൊക്കെ ചെറിയ തേയ്മാനമുണ്ട്. അത് നമുക്ക് തൽക്കാലം അത് തന്നെ യൂസ് ചെയ്യാം. അത് കിടന്ന് ഓടത്തെ. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഇത് ഇടയ്ക്കപ്പോഴോ അഴിച്ചപ്പോൾ ഈ നെട്ടൊക്കെ വെട്ടിരുമ്പൊക്കെ വെച്ച് വെട്ടിയിട്ടാണ് അഴിച്ചാണ്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അത് എത്രത്തോളം ടൈറ്റായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ടൊന്നും പറ്റുന്നില്ല. തന്നെയല്ല നമുക്ക് പിന്നീടൊക്കെ കഴിക്കുമ്പോൾ അതൊരു ഓവർ ടൈറ്റാണെങ്കിൽ ഒരു പണിയായിട്ട് വരും. അത് നമുക്ക് തൽക്കാലം അത് അഴിച്ച് കളഞ്ഞിട്ട് നമുക്ക് കമ്പനി നെറ്റ് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തേക്കാം. സ്പെഷ്യൽ ടൂൾസ് ഉപയോഗിച്ചാൽ ചെയ്യേണ്ട വർക്കാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ അത് ഞാൻ രീതിയിൽ ചെയ്തിട്ടേക്കാം. പിന്നെ അതിൻ്റെ ബെൻഡെക്സൊക്കെ ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് ഔട്ടറിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ജർക്കിങ്ങിൻ്റെ പ്രോബ്ലം കാണിച്ചത്. അപ്പോൾ ക്ലച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് പീസെറ്റ് സ്ലൈഡും മാറ്റി റീസെറ്റ് ആക്കാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റൊക്കെ പൊട്ടിയിരിക്കും. അതിൻ്റെ ഉള്ളിലൊക്കെ പൊട്ട് വീണിരിക്കണോട്ടേ കാണണം കേട്ടോ. നല്ല രീതിയിൽ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റ് പൊട്ടി ഇപ്പോൾ ഇതേപോലെ ഒരാഴ്ച കൂടി ഓടിയെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടി വഴിപ്പെടും. ആ ഒരു സിറ്റുവേഷനിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. നിലവിൽ നമുക്കതുമേ യൂസ് ചെയ്ത് കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ്. പക്ഷേ നമുക്കത് മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. മാക്സിമം അതിൻ്റെ കാലാവധിയിലേക്ക് എത്തിയേക്കണത് കൊണ്ട് നമുക്ക് ബെൽറ്റ് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ലീക്കേജ് കാണിക്കുന്നുണ്ട്. ആ കവർ ഗ്യാസ്കറ്റ് ലീക്ക് ആയിക്കണാണ്. അത് കൈയോടെ മാറ്റിക്കളയാം. പിന്നെ ഓപ്പൺ വാഷിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ തുരുമ്പണി കാണണം ചോയ്സിൻ്റെ ഭാഗത്ത്. ശരിക്കും അത് നമ്മൾ കഴുകി കഴിയണമെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ആ തുരുമ്പുള്ള ഭാഗം ഒന്ന് പെയിൻ്റ് അടിച്ച് ക്ലിയർ ചെയ്യാൻ മതി. ലേഡീസ് ഫുഡ് റെസ്റ്റ് ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എസ്റ്റിമേറ്റിന് ഉൾപ്പെടുത്തിയേക്കാം. പിന്നെ അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകൾ, അതായത് ബാക്കിലേക്ക് വന്ന കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്, ഫ്രണ്ടിലേക്ക് പോകുന്ന കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. സ്പീഡോമീറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. ചോക്കിൻ്റെ കേബിളൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും സംഭവം വളരെ ഇതായിട്ട് തന്നെ പോവാണ്. ഇപ്പോൾ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ ഒഴിച്ച് ബാക്കിയത്തെ എല്ലാ കേബിളും തന്നെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ എല്ലാം ഔട്ടർ വലിച്ചിലും അത് പ്രോബ്ലമൊക്കെയാണ് കാണിച്ചാണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ ബ്രേക്ക് കേബിൾ ഫ്രണ്ടൊക്കെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഔട്ടർ വലിഞ്ഞ് ഔട്ടർ പൊട്ടിയൊക്കെ നിൽക്കണേ. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഗട്ടറിൽ ചാടുമ്പോൾ വണ്ടി വെറുതെ തെറിക്കുക. അത് ഈ ഷോക്ക് പോയി കിടക്കുന്നതിൻ്റെയാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കുക. ഫ്രണ്ടിലത്തെ വീലിൻ്റെ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ നോക്കുമ്പോൾ കമ്പനി ലൈൻഡർ കിടക്കണം. പുതിയ ലൈൻഡറാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ലൈൻഡർ നമുക്ക് തന്നെ യൂസ് ചെയ്യാം. പിന്നെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ആ കേബിളും ക്രൗൺ പിൻ സെറ്റ് മാറ്റി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും.
പിന്നെ ഫ്രണ്ടിലത്തെ ഞാൻ പറഞ്ഞു ഹാൻഡിൽ കവർ മൊത്തം പൊട്ടി നിൽക്കുകയാണ്. കാരണം ഞാൻ അത് നോക്കുമ്പോൾ അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ സ്ക്രൂ ചെയ്യണ ഭാഗമൊക്കെ പൊട്ടിപ്പോയേക്കും. അതാണ് നമുക്ക് ആ ഫ്രണ്ട് കിടന്ന് പിടപ്പും കാര്യങ്ങളും സൗണ്ട് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ. ഹെഡ്ലൈറ്റിൻ്റെ ആയാലും അടിയിലത്തെ പീസടക്കം പൊട്ടിയിട്ടുണ്ട്. ഈ സൈഡ് ചെറിയൊരു അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ വയ്ക്കാം. പക്ഷേ അതിനകത്ത് നോക്കുമ്പോൾ ഇതൊക്കെ സ്ക്രാച്ചും കാര്യങ്ങളുണ്ട്. ഗ്ലാസ്സൊക്കെ ഫേഡായി പോയിട്ടുണ്ട്. വൈസറും ഓൾറെഡി ഉള്ളിൽ പൊട്ടിയിരിക്കണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്കതും മാറ്റി കളയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഫൈബറിനാണ് ഈ ഒരു ഐറ്റം മാറ്റി സീലിലേക്ക് വരുമ്പോൾ റിയർ കവർ കൂടി മാറ്റി കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടാകുമ്പം പിടിച്ചു നിന്നുള്ളൂ. എൻ്റെ പ്രശ്നം ഇവിടെയൊക്കെ ലൂസായിട്ട് കിടന്ന് അടിക്കുന്നുണ്ട് സൈഡിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹാൻഡിൽ കവറും ഹെഡ്ലൈറ്റ് അസംബ്ലിയൊക്കെ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ മാറ്റിപ്പോണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതും ആ റിയർ കവർ കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം പക്കയായിക്കോളും. സൗണ്ട് കാര്യങ്ങളില്ലാണ്ട് സ്മൂത്തായിട്ട് നിൽക്കുകയും ചെയ്തോളും. ബ്രേക്കിൻ്റെ ഈ ലിവറൊക്കെ ബെൻഡായിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് റെഡിയാക്കുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ആ ലിവറൊക്കെ മാറ്റി സെറ്റ് ചെയ്തേക്കാം. പിന്നെ ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നത്, സെൽഫ് എടുക്കാനായിട്ട് റൈറ്റ് സൈഡിലേക്കൊക്കെ തിരിക്കേണ്ടി വരുന്നത് ഇവിടെ വയറിങ്ങിൻ്റെ സൈഡ് ഭാഗം പൊട്ട് വീണിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വലിയ കേബിൾ വലിഞ്ഞ് പൊട്ടിയാണ്, അതായത് വയർ വലിഞ്ഞ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് ബ്രേക്ക് സ്വിച്ച് മാറ്റിയിട്ടാൽ അത് ഓക്കെ ആയിക്കോളും. പിന്നെ ഫ്രണ്ട് മൺകാടൊക്കെ ലൂസ് ഉണ്ടാകും, അത് നമ്മൾ ടൈറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. 2022 മോഡൽ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്ന ബാറ്ററി, ആംറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ബാറ്ററി വോൾട്ട് നിലവിൽ നോർമൽ രീതിയിൽ കേട്ടോ. ലോഡ് കൊടുക്കുമ്പോൾ 9.10. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല, സെൽഫൊക്കെ വർക്ക് ചെയ്തോളും. പക്ഷേ വോൾട്ട് നേരെ താഴേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2022 മോഡൽ ബാറ്ററിയാണ്. ഏകദേശം നമുക്കൊരു 3 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് ഒന്ന് മാറ്റിയിടണം, മൊത്തം പൊടിഞ്ഞു പോയേക്കാണ്. എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഇത്രയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചെയ്യാനാണെങ്കിൽ അത്യാവശ്യം മെയിൻ്റനൻസ് വർക്കുകളുണ്ട്. പിന്നെ ഈ സൈഡിലത്തെ ഇന്നർ കവറൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്, അത് മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിൽ വരുന്ന ടെയിൽ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഓൾറൗണ്ട് ഗാർഡൊക്കെ വെക്കണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മെയിൻ്റനൻസ് വർക്കുകളുണ്ട് നമുക്ക്. അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അതിനകത്ത് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഈ വൈസറിൻ്റെ ഐറ്റംസും കൂടി ഉൾപ്പെടുത്താമേ. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. കാരണം ഇതടക്കം ചെയ്യുകയാണെങ്കിൽ എത്ര വരുന്നത്, അതായത് ഹെഡ്ലൈറ്റ്, വൈസർ, അതേപോലെ ഇൻഡിക്കേറ്റർ, റിയർ കവറൊക്കെ അടക്കം ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് ഞാനൊരു റഫായിട്ടൊന്ന് എസ്റ്റിമേറ്റ് ഇട്ട് നോക്കാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ ഇടാം. നമുക്ക് എത്ര വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എസ്റ്റിമേറ്റ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് വിളിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വിടാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് പരമാവധി നേരത്തെ ഒന്ന് വിളിക്കാനായിട്ട് നോക്കാം, എന്നാലും നമുക്ക് വൈകുന്നേരത്തേക്കുള്ളിൽ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം പണിയുണ്ട്. അപ്പോൾ പരമാവധി നേരത്തെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.